നമസ്കാരം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുൽഫിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൽ മാങ്ങ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. മാംഗോയുടെ ഫ്ലേവറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായ മാത്രമായിട്ട് പ്ലെയിൻ ആയിട്ടുള്ള കുൽഫിയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ എപ്പോഴും ചെയ്യുന്ന പോലെയല്ല, ഒരിത്തിരി വ്യത്യാസത്തോടു കൂടിയാണ് ഞാൻ ഈ കുൽഫി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പാനിലേക്ക് ഒരു 2.5 കപ്പ് പാലും അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്കിന് പകരമായിട്ട് നമുക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ നമുക്കറിയാം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും. ഇനിയിപ്പോൾ പായസമായാലും അതുപോലെ തന്നെ എന്ത് തണുപ്പിച്ചെടുക്കണ എന്ത് വിഭവമായാലും കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പാലും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ നന്നായിട്ടൊന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കാഷ്നട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഈ കാഷ്നട്ട് ചേർക്കുന്നതിൽ 2 ഗുണമുണ്ട്. ഇത് നമ്മൾ കുൽഫി ഇങ്ങനെ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കാഷ്നട്ട് ഇങ്ങനെ കടിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ പാല് പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടാനും ഇത് സഹായിക്കും. അപ്പോൾ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം, ചൂടാറ്റിയെടുക്കണം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കല്ല പറയണത്, ഒന്ന് ചൂടാറി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ നമ്മുടെ പാല് നന്നായിട്ടൊന്ന് ചൂടാറി വന്നതിന് ശേഷം ഈ ഒരു വലുപ്പത്തിലുള്ള മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലൊരു പ്യൂരി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയിൽ ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തതാണിത്. അപ്പോൾ ഇതൊരു 3/4 കപ്പോളുണ്ട്. അപ്പോൾ ഞാനിത് ഒരു മാങ്ങ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മാങ്ങയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2 മാങ്ങ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പോളം മാംഗോയുടെ പ്യൂരി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു പാലും ഈ മാംഗോ പ്യൂരിയും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ കാഷ്നട്ട് ഇങ്ങനെ പൊടിച്ചിട്ടല്ല ചേർത്തത്, അപ്പോൾ അത് അരഞ്ഞു പോകും. അതിന് പകരമായിട്ട് ഇതുപോലത്തെ ഒരു വിസ്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. ഇത് കണ്ടത് ഇപ്പോൾ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആ കാഷ്യൂവിൻ്റെ ചെറിയ ചെറിയ പീസസ് ഒക്കെ കാണുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇനി ഒന്നുമില്ല, നമ്മൾ ഏത് പാത്രത്തിൽ വെച്ചിട്ടാണോ നമ്മളിത് തണുപ്പിച്ചെടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു കുഞ്ഞു കുഞ്ഞു മൺപാത്രങ്ങളുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് ഞാനിത് തണുപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മൂടി വെക്കണം കേട്ടോ, എന്നിട്ടേ തണുപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലുള്ളൊരു ക്രീം ഫിലിം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടോ ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കിത് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സും കൂടെ ചേർത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു കളറ് ഒരു യെല്ലോ കളർ ഇല്ലാത്തത് ഞാൻ ഒരു മാങ്ങ മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ. പക്ഷേ കഴിക്കുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ, മാങ്ങയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയറും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക് യു.